ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും കൂടി വന്ന് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് നമുക്ക് തന്ന ഈ വിലയേറിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം കഴിഞ്ഞ നാളെല്ലാം നമുക്ക് ആശ്വാസമായി നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ വഴി നടത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ആയിരിക്കുന്ന ഈ പുതിയ വർഷത്തിലും ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നടത്തട്ടെ. ദൈവവചനത്തോടുള്ള നമ്മുടെ സ്നേഹം, നമ്മുടെ പ്രതിപത്തി കുറഞ്ഞു പോകാതെ അത് ധ്യാനിക്കുവാൻ, അത് ദിനംതോറും നമ്മുടെ പ്രമോദമായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ചിന്തിച്ചു പോരുന്നത്. അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ ചില വേദഭാഗങ്ങൾ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ അവസാനമായി ചിന്തിച്ച് നിർത്തിയത്. ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സംഭവമാണ് ശൗലിൻ്റെ മാനസാന്തരം എന്നുള്ളത്. എല്ലാ കാലത്തുമുള്ള ദൈവജനത്തിന് പ്രചോദനം നൽകുന്ന അനുഗ്രഹീതമായ ഒരു വിവരണമാണ് നമുക്ക് ലൂക്കോസ് ഈ 9-ാം അധ്യായത്തിൽ നൽകുന്നത്. ഒരുപക്ഷെ ദൈവസഭയ്ക്ക്, ദൈവജനത്തിന് ശത്രുവായിരുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ ദൈവത്താൽ സന്ദർശിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ശൗലിനെ ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. കർത്താവ് നേരിട്ട് ശൗലിന് പ്രത്യക്ഷനാകുകയും കർത്താവ് വിളിക്കുകയും വലിയൊരു ദൗത്യത്തിനായിട്ട് തന്നെ ഫലമേൽപ്പിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായൊരു സാക്ഷ്യമാണ് 9-ാം അധ്യായത്തിൽ നാം കാണുവാൻ കഴിയും. നമ്മൾ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ക്രിസ്തീയ സാക്ഷ്യം പല സന്ദർഭങ്ങളിലും പ്രതിസന്ധിയെ നേരിടുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ദൈവവചന ചിന്തകൾ നമുക്ക് പിന്നെയും കർത്താവിൽ ധൈര്യപ്പെടുവാനും, ഏത് കാലഘട്ടങ്ങളിലും കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുന്നതിൽ നേരിടുന്ന വെല്ലുവിളികളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിലും ദൈവം തൻ്റെ സഭയെ പരിപാലിക്കുന്നുവെന്നും തൻ്റെ ദൗത്യം, കർത്താവ് തുടങ്ങി വെച്ച ആ ദൗത്യം തൻ്റെ ശിഷ്യന്മാരിലൂടെ, തൻ്റെ മക്കളിലൂടെ ഇന്നും കർത്താവ് തുടരുന്നുവെന്നും ഉള്ളത് ഒരു സത്യമായ കാര്യം തന്നെയാണ്. അതിന് നമ്മെ ഏറ്റവും അധികം ധൈര്യപ്പെടുത്തുന്ന അനുഗ്രഹീതമായൊരു ഭാഗം കൂടെയാണ് ശൗലിൻ്റെ മാനസാന്തരം. നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. സുവിശേഷത്തിന് വിരോധികളായവർ, അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന അധികാരങ്ങളുണ്ടാകാം, വ്യക്തികളുണ്ടാകാം, സമൂഹങ്ങളുണ്ടാകാം. അതെല്ലാം ഇന്നും യാഥാർത്ഥ്യമാണ്. എന്നാൽ കർത്താവിനൊന്നും അസാധ്യമല്ല. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്കായിട്ട് ദൈവം ഇന്നും അനേകരെ അതിനിടയിൽ നിന്നും തിരഞ്ഞെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ കരം ഇന്നും നമുക്കായി ഉണ്ട് എന്നുള്ള വളരെ അതിപ്രധാനമായൊരു സന്ദേശം കൂടെ നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ദൈവത്തിൻ്റെ ജനം, ദൈവമക്കൾ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത് എടുത്തു പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാം. യെരുശലേമിലെ സഭയിൽ അതുപോലെ ശൗലിൽ നിന്ന് നേരിട്ടുള്ള പീഡനങ്ങൾ അഭിമുഖീകരിക്കേണ്ട വന്ന ജനവിഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവരൊക്കെ നിശ്ചയമായിട്ടും ദൈവത്തോട് തങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. അതിന് സംശയമില്ല. കാരണം നമുക്കറിയാം, നേരിട്ട് ഈ വ്യക്തിയെക്കുറിച്ചുള്ള പല വിവരണങ്ങൾ ദൈവസഭയിൽ അറിയാമായിരുന്നു. നമ്മൾ ഈ അധ്യായത്തിലും ശൗലിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ശൗലിനെക്കുറിച്ചുള്ള കേൾവി അവിടെയുള്ള സഭകളിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ വെറും കേൾവി മാത്രമല്ല, നമുക്കറിയാം, നമ്മളൊരു ദേശത്തെക്കുറിച്ച്, സുവിശേഷീകരണത്തെക്കുറിച്ചൊക്കെയുള്ള വെല്ലുവിളികൾ കേൾക്കുമ്പോൾ കർത്താവിൽ വിശ്വാസമുള്ള, അല്ലെങ്കിൽ കർത്താവിനെ പിൻപറ്റുന്ന ദൈവമക്കൾ തങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു വാക്കിലെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളെയോ, നമുക്ക് ഒരുപക്ഷെ വ്യക്തിപരമായി പരിചയമില്ലെങ്കിലും ദേശത്തെ ഓർത്ത്, ദൈവഭൃത്യന്മാരെയൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇതുപോലെ തന്നെ നിശ്ചയമായിട്ടും ആദിമ സഭ അവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ശൗലിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളത് തർക്കമറ്റൊരു സംഗതിയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ഫലമായി തന്നെ, അല്ലെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു, ദൈവം തൻ്റെ വഴികളെ തൻ്റെ ജനത്തിനായി തുറക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെയാണ് 9-ാം അധ്യായത്തിൽ ശൗലിൻ്റെ മാനസാന്തരം എന്നുള്ളത്. ഇന്ന് രാത്രി നമ്മളതിൻ്റെ 10 മുതലുള്ള ചില വേദഭാഗങ്ങളാണ് വായിക്കുന്നത്. രക്ഷിക്കപ്പെട്ട്, അല്ലെങ്കിൽ കർത്താവിങ്കിൽ നിന്നൊരു സന്ദർശനമുണ്ടായ ഈ വ്യക്തിക്ക്, ശൗലിന് തുടർന്നുണ്ടായ 1-2 അനുഭവങ്ങൾ ഈ അധ്യായത്തിൽ പ്രത്യേകമായിട്ട് ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്.
ശൗലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന രണ്ട് പ്രധാന വ്യക്തികളാണ് ഈ 9-ാം അധ്യായത്തിന്റെ അല്ലെങ്കിൽ 10 മുതലുള്ള വാക്യങ്ങളിലും പിന്നീട് നമ്മൾ 27 മുതലുള്ള വാക്യങ്ങളിലും കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. 26 മുതൽ വായിക്കുമ്പോൾ അതിലൊന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അനന്യാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ബർന്നബാസാണ്. ഈ രണ്ട് വ്യക്തികൾ പൗലോസിന്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയ രണ്ടുപേരാണെന്ന് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, കർത്താവിനെ കണ്ടുമുട്ടിയ ശൗല് പിന്നീട് താൻ കണ്ണു കാണാതെ 3 ദിവസം തിന്നുകയോ കുടിക്കുകയോ ഒന്നും ചെയ്യാതെ ആയിരുന്നു എന്ന് നമുക്കതിൻ്റെ 9-ാം വാക്യത്തിൽ നമുക്ക് വായിപ്പാൻ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അനന്യാസ് എന്നൊരു ശിഷ്യൻ, ഒരുപക്ഷെ അനന്യാസിനെ നമ്മൾ പിന്നീടൊന്നും കാണുന്നില്ല എങ്കിലും ഒരു വലിയ ശുശ്രൂഷ ഈ അനന്യാസിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അനന്യാസിനെ ദൈവം ഉപയോഗിക്കുന്നത് ഈ ശൗലിനെ ദമസ്കസിലുള്ള സഭയ്ക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ദൈവമക്കൾക്ക് ഇവരെ ശൗലിനെ പരിചയപ്പെടുത്തുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലമൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ വേദഭാഗത്ത് കാണുന്നത് കർത്താവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ 3 വിധത്തിലാണ് ലൂക്കോസ് ഈ ഭാഗത്ത് ഉപസംഹരിച്ചിരിക്കുന്നത്. ഒന്ന്, ദൈവത്തോടുള്ള ശൗലിന്റെ ബന്ധം. അതുവരെ ഉണ്ടായിരുന്നത് താനൊരു പരീശനായിരുന്നു. ന്യായപ്രമാണം മുഴുവൻ അദ്ദേഹത്തിന് അറിയാം. പിതാവായ ദൈവത്തോടുള്ള ഭക്തിയെക്കുറിച്ചും പരീശ മതം എന്തൊക്കെ പറഞ്ഞിരുന്നോ അതൊക്കെ അറിയാവുന്നൊരു മനുഷ്യനാണ്. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടിയ ദിവസം മുതൽ ദൈവത്തോടുള്ള തൻ്റെ ആ ബന്ധം ഇവിടെ വളരെ വ്യക്തമാക്കി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവിക ബന്ധത്തിൽ ഉണ്ടായ മാറ്റം, രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവത്തിൻ്റെ ഉള്ളത്തിൽ പ്രഥമമായി ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ സജീവമാകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് ചില നിർവചനങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ആ വ്യക്തിക്ക് ദൈവമക്കളോടുള്ള അല്ലെങ്കിൽ സഭയോടുള്ള ബന്ധം, മറ്റുള്ളവരോടുള്ള തൻ്റെ സഹവിശ്വാസികളുടെ ബന്ധത്തെക്കുറിച്ച് ഇവിടെ കാണുന്നുണ്ട്. ചില വാക്കുകളൊക്കെ അതിനുപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം, ദൈവ സഭയോടുള്ള ബന്ധം, ലോകവുമായിട്ടുള്ള ബന്ധം. കർത്താവിനെ അറിയുന്ന ഒരു വ്യക്തി പുറമേ ലോകക്കാരോടുള്ളവൻ്റെ ബന്ധമെന്താണ് എന്നാണ് അവൻ്റെ ദൗത്യം. ഈ കാര്യങ്ങൾ, ഈ 3 നിലകളിലാണ് ലൂക്കോസ് തുടർന്ന് വിശദമായിട്ട് അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായി ഞാൻ പറഞ്ഞു, നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ശൗലിൻ്റെ ദൈവിക ബന്ധം കർത്താവിനെ കണ്ടുമുട്ടിയ സമയം മുതൽ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ശൗല് 3 ദിവസം തിന്നുകയോ കുടിക്കുകയോ ഒന്നും ചെയ്യാതെ, അവിടെ ഫാസ്റ്റിംഗ് എന്നുള്ളൊരു പദമൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഉപവാസം എന്നൊരു പദം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ചില വേദചിന്തകന്മാർ പറയുന്നത് ശൗല് ഈ 3 ദിവസവും പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. നോക്കിയാൽ എൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവ് അവനോട് അവൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ 2-3 ദിവസം തിന്നുകയോ കുടിക്കാതെയൊക്കെ ചെയ്യാതെ ശൗൽ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചാൽ അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് സാധാരണ നമ്മൾ ഉപവാസത്തെക്കുറിച്ച് പറയുമ്പോഴും അങ്ങനെയാണ്, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഉപവസിക്കുന്നത്. മറ്റ് കാര്യങ്ങളിലൊന്നും ഡിസ്ട്രാക്റ്റ് ആകാതെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാനായിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെ ദൈവിക ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിട്ട്, അപ്പോൾ ശൗലിൻ്റെ ഒന്നാമത്തെ ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം തനിക്ക് കണ്ണു കാണുന്നില്ല, തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഈ ഭാഗം ഇന്ന് ചിന്തിച്ചപ്പോഴും ഈ കർത്താവിനെ കണ്ടുമുട്ടുന്നത് കൊണ്ട് നമ്മുടെ മനോഭാവത്തിലും സ്വഭാവത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും വിലയിരുത്തുന്നത് നല്ലതാണ്. ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു സാക്ഷി ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കർത്താവുമായി ഒരു വ്യക്തിപരമായ ബന്ധത്തിലായതിനു ശേഷം എനിക്ക് പ്രത്യക്ഷത്തിലുണ്ടായ ഒരു മാറ്റമെന്ന് പറയുന്നത് എൻ്റെ പ്രാർത്ഥനാ ജീവിതമാണെന്ന് പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ അതിനു മുമ്പൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും അതൊക്കെ ഒരു പേരിന് ഇങ്ങനെ സമയം ചെലവിടുന്ന ഒരു അനുഭവമായിരുന്നു. എന്നാൽ
യേശുവിനെ കണ്ട് എത്തിയ നാൾ മുതൽ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന്, ഒന്നുകൂടെ അദ്ദേഹം എടുത്തു പറഞ്ഞു, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിന് ഒത്തിരി മാറ്റമുണ്ടായി. കൃത്യമായി അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമായിട്ട് ഇങ്ങനെ പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എല്ലാ ദിവസവും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുത്തിരിപ്പുണ്ട്, ഞങ്ങളോട് പറഞ്ഞു, ഈ ഭാര്യ അതിന് സാക്ഷിയാണ്, എല്ലാ ദിവസവും കൃത്യസമയത്ത് അതിരാവിലെ ഉണർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ എനിക്കുണ്ടായി എന്ന് പറയുകയുണ്ടായി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന മാറ്റം, അത് ഇവിടെ വളരെ പ്രത്യക്ഷമായിട്ടുണ്ടാകുകയാണ്. കർത്താവിനെ, അതിനു മുമ്പേ ശൗലിനെക്കുറിച്ച് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും എഴുതിയിട്ടില്ല. എന്നാൽ ഇവിടെ കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷമുണ്ടായ ദൈവീയ ബന്ധത്തിൽ ഒന്നാമതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ പ്രാർത്ഥിക്കുന്നു. തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്ന്, അവിടെ തൻ്റെ പ്രാർത്ഥനയിലെ വിഷയങ്ങളൊന്നും എഴുതിയിട്ടില്ല. എന്തായിരിക്കാം ആ പ്രാർത്ഥനയിൽ പൗലോസ് അല്ലെങ്കിൽ ശൗല് ദൈവത്തോട് പറഞ്ഞതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒരു പക്ഷേ തൻ്റെ മുൻകാല ജീവിതാനുഭവത്തിലുണ്ടായ പാപത്തെക്കുറിച്ചുള്ള ഏറ്റുപറച്ചിലാകാം. ഇപ്പം തന്നെ ഈ വഴിക്ക് യാത്ര വന്നത് തന്നെ നമുക്കറിയാം. ദൈവസഭയെ, അല്ലെങ്കിൽ അഭയാർത്ഥികളായി പോയ, യെരുശലേമിൽ നിന്ന് ഓടിപ്പോയ അഭയാർത്ഥികളായ ദൈവജനത്തെ പിടിച്ചുകൊണ്ട് തിരികെ കൊണ്ടുപോകാനായിട്ട് വരികയാണ്. അധികാരപത്രം മേടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഈ യാത്രയിൽ തന്നെ ദൈവസഭയ്ക്കെതിരായിട്ട് വരുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവിടെ നിശ്ചയമായിട്ടും തനിക്കുണ്ടായ വ്യത്യാസത്തിൻ്റെ നടുവിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ തൻ്റെ കുറവുകളെ ദൈവസ്നിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. അതുവരെയും ഒരു പരീശനായിരുന്ന പൗലോസ് ക്രിസ്തുവിൽ കൂടുള്ള ആ നീതീകരണത്തെക്കുറിച്ച് തനിക്ക് ബോധ്യമായപ്പോൾ നിശ്ചയമായിട്ടും തൻ്റെ സ്വയനീതിയെ എല്ലാം ദൈവസ്നിൽ ഏറ്റുപറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ ആ പ്രാർത്ഥനയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തോട് നിശ്ചയമായിട്ട് ഈ 2-3 ദിവസത്തെ പ്രാർത്ഥനയിൽ പൗലോസ് പങ്കിട്ടുണ്ടാകാൻ നമുക്കത് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാനതൊക്കെ പറയാൻ കാരണം, നമ്മൾ പിന്നീട് പൗലോസിൻ്റെ വാക്കുകളിൽ തന്നെ റോമാലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ, വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള വിഷയത്തിലേക്കൊക്കെ വരുമ്പോൾ, തൻ്റെ ഉള്ളിൽ റോമാലേഖനം 8-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്. അതിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാമോ? റോമാലേഖനം 8-ാം അധ്യായം 15-16 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല. വളരെ ശ്രദ്ധേയമായൊരു കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഒരു പ്രാർത്ഥനാ ജീവിതമാണെങ്കിൽ. 2, തൻ്റെ ഉള്ളിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെ ആ ഫാദർഹുഡ്, അല്ലെങ്കിൽ ദൈവം പിതാവെന്നുള്ളൊരു ചിന്ത, ആ ഒരു ബോധ്യം നമ്മളിലേക്ക് വരുന്ന നിമിഷമാണ് ഒരു ദൈവവൈതൽ രക്ഷിക്കപ്പെടുന്ന നിമിഷം. ഒരു വാക്യം ഇവിടെ പ്ലീസ്. നമ്മുടെ ഉള്ളിലേക്ക് ദൈവം നൽകുന്നു. അടുത്ത വാക്യം, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അതാണ് രക്ഷിക്കപ്പെടുമ്പോൾ ഒരു ദൈവവൈതലുണ്ടാകുന്നത്. ദൈവമായിട്ടുള്ള ബന്ധം എന്താണെന്നൊന്ന് നിർവചിക്കപ്പെടുന്ന നിമിഷമാണ്. ദൈവമാരാണ്? നമ്മുടെ പിതാവാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ വരുന്ന ഒരു സന്ദർഭം. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, വാസ്തവത്തിൽ കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ, വ്യക്തിപരമായി കർത്താവുമായ ബന്ധത്തിലേക്ക് വന്നപ്പോൾ, ദൈവം എൻ്റെ പിതാവാണെന്നുള്ള ബോധ്യം, ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് തന്നെയാണ് പൗലോസിവിടെ പറയുന്നത്. ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുകയാണ്. എന്ത് സാക്ഷ്യം പറയുന്നത്? ഞാൻ ദൈവത്തിൻ്റെ മക്കളാണ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവം എൻ്റെ പിതാവാണ്. ആ ഒരു ബോധ്യമാണ് രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവപൈതലിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവപൈതലിൽ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ, ഇവിടെ ശൗലിൻ്റെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രകടമായ തൻ്റെ മനോഭാവത്തിലും സ്വഭാവത്തിലും ആ മാറ്റം ഉണ്ടാകുകയാണ്. അതിന് വലിയ സമയ വ്യത്യാസമൊന്നുമില്ല. രക്ഷിക്കപ്പെട്ട മാത്രയിൽ തന്നെ തൻ്റെ ജീവിതത്തിൽ ആ മാറ്റമുണ്ടാകും, പിതാവിനോടുള്ള ബന്ധത്തിൽ. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ ജീവിതത്തിൽ അറിയുക, അവനെ പ്രസാദിപ്പിക്കുക, അവനെ സേവിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് പൗലോസ് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് എല്ലാ കാലത്തും കർത്താവിനെ പിൻപറ്റുന്ന ദൈവമക്കൾക്കുണ്ടാകുന്നൊരു അനുഭവമാണ്. നിങ്ങളെന്നോട് ചേർന്ന്
വിശ്വസിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു. കർത്താവിനെ നാം രക്ഷകനായും കർത്താവുമായി നമ്മുടെ ഉള്ളത്തിൽ സ്വീകരിച്ചപ്പോൾ മറ്റെല്ലാറ്റിനേക്കാളും ആ കർത്താവിനെ കൂടുതൽ അറിയുവാനും അവനെ പ്രസാദിപ്പിച്ചൊരു ജീവിതം നയിക്കുവാനും നമ്മുടെ ഈ ജീവിതം കൊണ്ട് കർത്താവിനെ സേവിക്കുവാനുമുള്ള ഒരു സമർപ്പണം അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാസ്തവത്തിൽ അതാണ് നമ്മുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്. അതിനാണ് ദൈവഭക്തി എന്നൊക്കെ പറയുന്നതും. വാസ്തവത്തിൽ അതില്ലാതെ നമ്മൾ പോകുമ്പോൾ, ഇത് ജീവിതത്തിൽ ഇല്ല എങ്കിൽ വാസ്തവത്തിൽ ആ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതുകൊണ്ട് പ്രയോജനമില്ല. കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഞാൻ അവിടെ വിശദീകരിപ്പാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇവിടെ പ്രകടമായി നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യം, രണ്ട് കാര്യം ഞാൻ എടുത്തു പറഞ്ഞു. ഒന്ന്, തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു. രണ്ട്, ദൈവത്തെ പിതാവെന്നുള്ള പിതൃപുത്ര ബന്ധം ഇവിടെ പൗലോസ് ഏറ്റുപറയുകയാണ്. രണ്ടാമതായി ഞാൻ പറഞ്ഞു, ദൈവസഭയിലേക്ക് ഈ അനന്യാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ശൗലിനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. നമുക്ക് ആ സന്ദർഭം ഒന്ന് വായിച്ചാൽ 10-ാം വാക്യത്തിൽ, എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ അവനെ കർത്താവ് ഒരു ദർശനത്തിൽ വിളി കേട്ടു. വളരെ വ്യക്തമായി വഴിയും സ്ഥലവും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഈ അനന്യാസ് ഒരു ശിഷ്യനായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. കർത്താവ് വിളിക്കുകയാണ്. ഈ ദർശനം അനന്യാസിനുണ്ടാകുമ്പോൾ ആ ദർശനത്തിൽ കൂടെ അനന്യാസിനോട് ദൈവം പറയുന്നു, കർത്താവ് പറയുന്നു, നീ പോകണം. വഴിയും വീടും ഒക്കെ വ്യക്തമായിട്ട് അനന്യാസിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദർശനം, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു വെളിപ്പാട് അനന്യാസിന് പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അനന്യാസിനുണ്ടാകും. പക്ഷേ അനന്യാസിനെ സംബന്ധിച്ച് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ. അപ്പോൾ തൻ്റെ അറിവനുസരിച്ച്, ഈ അറിവും വെളിപ്പാടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതിവിടെ പറഞ്ഞ് അങ്ങ് പോകാം. നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ കൂടെ ഗ്രഹിക്കുന്നത് നല്ലതാണ്. അപ്പം താൻ പറഞ്ഞും കേട്ടുമിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വേറൊന്നുമല്ല, ഈ മനുഷ്യനെ സംബന്ധിച്ച് അറിയാൻ വയ്യാത്തൊരാളല്ല. ഇദ്ദേഹം ആരാണ്? നിന്റെ വിശുദ്ധന്മാർക്ക് വളരെ ദോഷം ചെയ്ത ഒരാളാണ്. ഇനി അത് മാത്രമല്ല, ഏറ്റവും റീസെൻ്റായിട്ട് ഉള്ള വിവരവും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് 14-ാം വാക്യത്തിൽ പറഞ്ഞത്. ഇവിടെയും ഇപ്പൊ നോക്കുക, യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് ഈ അധികാരപത്രവുമായി വരുന്നു എന്നുള്ളത് ഈ ദമസ്കസിലുള്ള ദൈവജനം അറിഞ്ഞിട്ടുണ്ട്. അതായത് മുമ്പ് പറഞ്ഞത്, ഈ ശൗലിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കണം. എന്താ സംഭവിക്കുന്നത് അവർക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് 14, ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ടെന്ന്. അപ്പൊ യാഥാർത്ഥ്യം ഇതാണ്. ഈ വരുന്ന മനുഷ്യൻ ദൈവസഭയ്ക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഈ ദമസ്കസിലുള്ള യെരുശലേമിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്ന അഭയാർത്ഥികളായി ഈ ദേശത്ത് വന്ന് പാർക്കുന്ന ക്രിസ്ത്യാനികളെയും കൂടെ പിടിച്ച് തിരികെ കൊണ്ടുപോകാനായിട്ട് വരികയാണ് എന്നുള്ളതാണ് അനന്യാസിൻ്റെ അറിവ്. അത് സത്യവുമാണ്. പക്ഷെ അനന്യാസിന് ദൈവം കൊടുക്കുന്നൊരു വെളിപ്പാട് തികച്ചും വ്യത്യസ്തമാണ്. ദൈവം കൊടുക്കുന്ന വെളിപ്പാട് എന്താണ്? ദൈവം കൊടുക്കുന്ന വെളിപ്പാട്, ഈ മനുഷ്യൻ, അടുത്ത വാക്യം, കർത്താവ് വീണ്ടും ആവർത്തിക്കുക, 2 പ്രാവശ്യം അനന്യാസിനോട് പോക എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. ഉറപ്പിച്ചു പറയുകയാണ്. ആദ്യം പോകാൻ പറഞ്ഞു, പിന്നെ അടുത്ത വാക്യത്തിൽ 15-ാം വാക്യം, കർത്താവ് അവനോട് നീ പോക എന്ന് പറഞ്ഞാൽ അനന്യാസിന് അല്പം മടിയുണ്ട്. കാരണം തൻ്റെ അറിവും അനുഭവം വെച്ച് നോക്കിയാൽ തികച്ചും വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമാണ് ഈ ശൗൽ. എന്നാൽ കർത്താവ് അവനോട് പറഞ്ഞെന്താണ്? നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രമാകും. വളരെ ചിന്തനീയമായ കാര്യം. നമ്മൾ ഈ പലപ്പോഴും നമ്മുടെ വിശ്വാസവും ദൈവിക വെളിപ്പാടും തമ്മിൽ ഏറ്റുമുട്ടുന്ന ചില സന്ദർഭം നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. ക്രിസ്ത്യ ജീവിതത്തിൽ ഇതുപോലൊരു സന്ദർഭം, ഇങ്ങനെയുള്ള ഒത്തിരി ഇൻസിഡൻറ്റ് ഈ അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്.
ഒരിക്കൽ നമ്മളിതിൻ്റെ ഒടുവിലത്തെ അധ്യായം സന്ദർഭത്തിൽ നിന്ന് വിട്ടാണെങ്കിലും പൗലോസും കൂട്ടരും കൂടെ ഒരുമിച്ച് കപ്പൽ യാത്ര ചെയ്യുന്നൊരു സമയം നമ്മൾ വായിക്കുന്നുണ്ട് ഇതിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ. ആ സന്ദർഭത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ദൈവം പൗലോസിന് കൊടുത്തൊരു ദർശനമനുസരിച്ച് ഈ കപ്പൽ ഇവിടെ നിന്ന് നീക്കരുതെന്നൊരു ആജ്ഞ പൗലോസ് കൊടുത്തിരുന്നു. പൗലോസിന് കഴിഞ്ഞ ദിവസം ഒരു ദൈവത്തിന് അതിനെക്കുറിച്ച് പറഞ്ഞു, പൗലോസിന് വാസ്തവത്തിൽ ഈ കപ്പൽ ഓടിക്കാനോ കപ്പൽ ഡ്രൈവറൊന്നുമല്ല പൗലോസ്, കപ്പലിൻ്റെ ശാസ്ത്രമോ കപ്പൽ ഓടിക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ ദൈവം ഒരു വെളിപ്പാട് കൊടുത്തത് ഈ കപ്പലിപ്പം പോകരുതെന്നൊരു വെളിപ്പാട്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തയുടെ കപ്പലിനെ കുറിച്ചോ കപ്പൽ ഓടിക്കാനോ അറിയാത്ത ഞാൻ ഈ വെളിപ്പാട് പറഞ്ഞാൽ എന്തായിരിക്കും? പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം കൊടുത്ത വെളിപ്പാട് പൗലോസ് പറഞ്ഞു. പിന്നീട് സംഭവിച്ചത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെയും തൻ്റെ അറിവനുസരിച്ച് ഈ വ്യക്തി ആരാണ്? തികച്ചും സുവിശേഷത്തിന് എതിരാളിയായൊരു വ്യക്തിയാണ്, ദൈവജനത്തിന് ശത്രുവായ ഒരാളാണ്. പക്ഷെ ദൈവം കൊടുത്ത വെളിപ്പാട് എന്താണ്? ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രം. നമ്മുടെ പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഞാനതിന് മനസ്സിലാക്കുന്നത് ദൈവിക വെളിപ്പാട് നമുക്കുണ്ടെങ്കിൽ ഈ പല പ്രതിബന്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുമെങ്കിലും ഒരു ദൈവിക വെളിപ്പാടുള്ളൊരു ദൈവവൈതന് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. അത് നമ്മുടെ ജീവിതത്തിലെ ഈ ഭാഗം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് ഇവിടെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ അനന്യാസ് ഉൾപ്പെടെയുള്ള ദൈവജനം ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവമേ ഞങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും എന്നൊക്കെ ഓർത്ത് അവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതിൻ്റെ നടുവിലാണ് ഒരു ദൈവിക വെളിപ്പാട് അല്ലെങ്കിൽ ഒരു ദർശനത്തിൽ ഒരു ദൈവിക ആലോചന ആർക്കുണ്ടാകുന്നു? അനന്യാസിനുണ്ടാകുന്നു. ഇത് നമ്മുടെയും ക്രിസ്ത്യ ജീവിതത്തിൽ വളരെ സത്യമാണ്. നമുക്ക് പലപ്പോഴും വഴിയറിയാതൊക്കെ നമ്മൾ ഭാരപ്പെടുന്നവരും അല്ലെങ്കിൽ നമ്മുടെ അറിവും നമ്മുടെ സ്വാഭാവികമായ ചിന്താഗതികളുമൊക്കെ നമുക്ക് പലപ്പോഴും പ്രതികൂലമെന്ന് തോന്നിയാലും ദൈവമക്കളെ സംബന്ധിച്ച് ദൈവവചനത്തിലൂടെയും ദൈവിക ബന്ധത്തിലും നമുക്ക് ലഭിക്കുന്ന ദൈവിക വെളിപ്പാടുകൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമാണ്. നോക്കുക, അപ്പോൾ ഇവിടെ രണ്ടാമത് നമ്മൾ കാണുന്നത് ഈ അനന്യാസിനോട് വീണ്ടും പോകുവാൻ 2 പ്രാവശ്യം ആവർത്തിച്ച് പോകുവാനായിട്ട് കർത്താവ് അവരോട് കൽപ്പിക്കുകയാണ്. 16-ാം വാക്യം ഒന്ന് വായിക്കാമോ? എൻ്റെ നാമത്തിനു വേണ്ടി എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവന് കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ പറഞ്ഞു. നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് 19 വായിക്കുമ്പോൾ ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു, അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും. ഒരുപക്ഷെ അനന്യാസ് ആരാണ് പൗലോസിനെ സ്നാനപ്പെടുത്തിയെന്ന് എഴുതിയിട്ടില്ല, ഒരുപക്ഷെ അനന്യാസ് തന്നെ ആയിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം 3 ദിവസമായിട്ട് ആഹാരമൊന്നും കഴിക്കാതിരിക്കുകയാണ്, ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 17, 18, 19 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അനന്യാസ് അവിടെ ചെല്ലുന്നു. അനന്യാസ് ചെന്ന് കണ്ണു കാണാതിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശൗലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവൻ്റെ മേൽ കൈവെക്കുന്നു. 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, അവൻ്റെ കണ്ണ് കാണുന്നു, അവനൊരു സൗഖ്യമുണ്ടാകുന്നുണ്ട്, അവൻ്റെ കണ്ണിന് കാഴ്ച ലഭിക്കുന്നുണ്ട്. 2, പരിശുദ്ധാത്മപൂർണനാകുവാൻ. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൈവച്ച് പ്രാർത്ഥിച്ചത് എന്ന് ആ വേദഭാഗത്ത് നിന്ന് വ്യക്തമാണ്. ഒന്ന്, അവൻ കാഴ്ച പ്രാപിക്കുന്നുണ്ട്. 2, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നീ വന്ന വഴി നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. ഈ 2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ആ കാഴ്ച പ്രാപിച്ചതിനെ കുറിച്ച് ലൂക്കോസ് ഒരു വൈദ്യനായതുകൊണ്ടായിരിക്കാം, ചില മെഡിക്കൽ ടേംസിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ചിലത് വീണു എന്നൊക്കെ ലൂക്കോസ് എഴുതാൻ കാരണം ലൂക്കോസ് ഒരു വൈദ്യനൂടെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഒരു ശാരീരിക സൗഖ്യമുണ്ടായി. 2, പരിശുദ്ധാത്മപൂർണനായി തീരുവാൻ തക്കവണ്ണം അനന്യാസ്
ശൗലിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത് രണ്ടും സംഭവിച്ചു എന്ന് നമുക്ക് അവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ അനന്യാസിനെ 19 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ ദമസ്കസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറേ നാൾ അവൻ പാർത്തു. അപ്പോൾ വാസ്തവത്തിൽ ദമസ്കസിലുള്ള ദൈവജനത്തിൻ്റെ ഇടയിൽ ഒരു പ്രവേശനം സാധ്യമായത് അല്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ശൗൽ ഇങ്ങനെ വന്ന വഴിയിൽ ഈ അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ അവിടെയുള്ള ശിഷ്യന്മാരുടെ അടുക്കലോ മറ്റുള്ള വ്യക്തിയുടെ അടുക്കലോ ഒക്കെ ചെന്നാൽ നിശ്ചയമായിട്ടും അവർക്ക് ശൗലിനെ സ്വീകരിക്കാൻ സാധ്യമല്ലായിരുന്നു. കാരണം എന്താണ്? കർത്താവ് തന്നെ വന്ന് അനന്യാസിനോട് പറഞ്ഞിട്ടും അനന്യാസ് തിരിച്ചു പറയാണ്, കർത്താവേ, ഈ മനുഷ്യൻ ദൈവജനത്തിന് എന്ത് ദോഷം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെയും നേരിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പോലെയുള്ളൂ. ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ വരുന്ന ആളുടെ അടുക്കൽ ഞാനങ്ങ് നേരെ ചെല്ലുകയാണ്. എന്നാലോചിച്ച് നോക്കി. അപ്പോൾ ഇതാണ് കർത്താവിനോട് അനന്യാസ് പറഞ്ഞത്. എന്നാൽ അനന്യാസിനെ ദൈവം ഇവിടെ ഉപയോഗിക്കുകയാണ്. അവൻ ദമസ്കസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറേ നാൾ പാർത്തു. ഇവിടെ നമുക്കതിൻ്റെ കാലക്കണക്ക് അറിയുന്നില്ല എങ്കിലും നമ്മൾ ഈ ഭാഗം കൂടെ പഠിക്കുമ്പോൾ ഗലാത്യ ലേഖനത്തിലെ പൗലോസ് തൻ്റെ അനുഭവം കൂടെ പറയുന്ന ആ വേദഭാഗത്ത് പൗലോസ് രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ചില ദിവസക്കണക്കുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. 1-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളൊന്ന് വായിച്ചാൽ, ഗലാത്യ ലേഖനം 1-ാം അധ്യായം 17-18 വാക്യങ്ങളൊന്ന് വായിച്ചാൽ ഈ സമയം ഈ 19-ാം വാക്യത്തിൽ പറയുന്ന അവൻ ദമസ്കസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറേ നാൾ പാർത്തെന്നാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് 3 വർഷമായിരിക്കാമെന്നാണ് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അറൗണ്ട് 3 years. ഈ 3 വർഷത്തിൽ ദമസ്കസിൽ പാർത്തിട്ടുണ്ട്. അറേബ്യ എന്ന് പറഞ്ഞൊരു സ്ഥലം നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിച്ചു. ആ ഭാഗത്തൊന്ന് വായിച്ചു. അറേബ്യയിലേക്ക് പോകും. അപ്പം നമ്മൾ അറേബ്യ എന്ന് ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ദമസ്കസ് എന്ന് പറയുന്ന പട്ടണം നമുക്കറിയാം ഇന്ന് സിറിയയിലാണ്. ആ സിറിയയിലുള്ള ഈ ദമസ്കസിൽ നിന്ന് വലിയ ദൂരമല്ല അറേബ്യ എന്ന് പറയുന്നത്. അറേബ്യ എന്ന് പറയുന്ന ഒരു വലിയ ഭൂപ്രദേശമാണ്. അതിൻ്റെ ഒരു ടിപ്പ് ഈ ദമസ്കസ് വരെയും വരുന്നുണ്ട്. അപ്പോൾ ദമസ്കസിൽ നിന്ന് വലിയ ദൂരമൊന്നും ശൗൽ അന്ന് യാത്ര ചെയ്തിട്ടില്ല. ഏകദേശം ദമസ്കസിൽ നിന്ന് കുറേ ദൂരം ഒരു നിർജ്ജനമായ സ്ഥലത്തേക്കായിരിക്കാം പൗലോസ് പോയത്. 2-3 വർഷം അങ്ങനെ ചിലവഴിച്ചു എന്ന് പറയപ്പെടുന്നു. എന്തിനായിരിക്കാം അങ്ങനെ അറേബ്യയിലേക്ക് പോയി എന്ന് ഉള്ള ചോദ്യത്തിന് 2-3 ആൻസർ നമുക്കറിയത്തില്ല. ചിലർ പറയുന്നു, ഇവിടെ തന്നെ നമ്മൾ 19-ാം വാക്യം വായിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ആ സന്ദർഭത്തിൽ തന്നെ പൗലോസ് പ്രസംഗം തുടങ്ങിയില്ലേ. 20-ാം വാക്യം വായിക്കുമ്പോൾ യേശു തന്നെ ദൈവപുത്രനെന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. അപ്പോൾ രക്ഷിക്കപ്പെട്ട സമയം തന്നെ ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ എന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. പള്ളികളെന്ന് പറഞ്ഞിരിക്കുന്നത് സിനഗോഗുകളാണ്. അപ്പോൾ അറേബ്യയിലേക്ക് പോയി ഒരു 3 സംവത്സരം ഈ തൻ്റെ രക്ഷയുടെ അനുഭവത്തിന് ശേഷമുള്ള ആദ്യത്തെ ഒരു 3 വർഷം ഒരുപക്ഷെ അറേബ്യയിലേക്ക് പോയത് ഇതുപോലൊരു ദൈവവചന ദൗത്യം നിർവഹിക്കാനായിരിക്കാം എന്ന് പറയുന്നവരുണ്ട്. അതിന് മതിയായ തെളിവുകളില്ലെങ്കിലും അങ്ങനെ പറയുന്നവരുണ്ട്. ചിലർ പറയുന്നത് തൻ്റെ ആ രക്ഷിക്കപ്പെട്ട ആ സന്ദർഭം കുറച്ച് സമയം ദൈവസന്നിധിയിൽ ഇരുന്ന് 2-3 സംവത്സരം ദൈവിക വെളിപ്പാടുകൾ, അത് നമ്മൾ എഫേസ്യ ലേഖനത്തിലൊക്കെ വരുമ്പോൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാമോ? 1-2 വേദഭാഗങ്ങളൊന്ന് വായിച്ചാൽ, അതായത് ജാതികളും യഹൂദനോടൊപ്പം ദൈവത്തിൻ്റെ മുമ്പാകെ ആ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളായി തീരുന്ന ആ ദൈവിക പദ്ധതിയെക്കുറിച്ചൊക്കെയുള്ള വെളിപ്പാട് താൻ പ്രാപിക്കുന്ന എഫേസ്യ ലേഖനം 3 മുതൽ ചില വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. വെളിപ്പാടിനാൽ. അപ്പൊ ഈ വെളിപ്പാട് തനിക്ക് ലഭിച്ചത് ഈ അറേബ്യയിലെ ആ തനിച്ചിരുന്നുള്ള സന്ദർഭമാണെന്ന് പറയുന്ന അനുഭവമുണ്ട്. നമുക്കറിയാം ക്രിസ്ത്യ ജീവിതത്തിലൊക്കെ അങ്ങനെ ദൈവം നമുക്ക് ചില നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് പീരീഡൊക്കെ അനുവദിക്കും ഇല്ലേ. തനിയായിരിക്കുന്ന സമയങ്ങൾ ഒക്കെ ദൈവവചനം കൂടുതൽ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ദൈവിക വെളിപ്പാടൊക്കെ ലഭിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അതുപോലെ പൗലോസിന്റെ ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ഫസ്റ്റ് 3 years എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏകാന്തമായ ചില അനുഭവങ്ങൾ ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ ഈ അറേബ്യയിൽ താൻ ചെലവഴിച്ചിട്ടുണ്ടാകാം. അവിടെ വെളിപ്പാടിനാൽ തനിക്ക് ലഭിച്ചെന്ന് പറയുന്നുണ്ട്. 1-2 വാക്യം വായിച്ചു.
ആ, ആ മർമ്മം എന്താണ്? ആ ആ ആ ആ അപ്പൊ പൂർവ്വകാലങ്ങളിൽ അറിവില്ലാതിരുന്നൊരു ദൈവീയ വെളിപ്പാടിന്റെ മർമ്മം എനിക്ക് ലഭിക്കുകയാണ്. ആ അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണമെന്നുള്ള വെളിപ്പാട് എനിക്ക് ലഭിക്കുകയാണ്. യഹൂദനായിരുന്ന പരീശനായിരുന്ന ശൗലിന് പൗലോസിന് ഒരു വെളിപ്പാട് ദൈവം നൽകുകയാണ്. അത് മറ്റൊന്നുമല്ല, ജാതികളും സുവിശേഷത്താൽ ക്രിസ്തു. അതുകൊണ്ടാണ് പിന്നീട് ജാതികളുടെ അപ്പോസ്തലൻ എന്നുള്ള ആ പദവിയിലേക്ക് ദൈവം തന്നെ കൊണ്ടുപോവുകയാണ്. റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും ഒക്കെ നമ്മളത് ആവർത്തിച്ച് കാണുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ടായിരിക്കാം കർത്താവിൽ നിന്ന് പ്രാപിച്ചൊരു വെളിപ്പാടായിട്ടാണ് പൗലോസിലൂടെ പറയുന്നത്. ഒന്ന്, ഞാൻ പറഞ്ഞൊരു പ്രീച്ചിങ് മിഷൻ, ദൈവവചന പള്ളികളിൽ പ്രസംഗിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ അത് തുടരാനായിട്ട് പോയതായിരിക്കാം. രണ്ട്, ഒരു കൂട്ടർ പറയുന്നത് ഇങ്ങനെയുള്ള വെളിപ്പാടുകൾ ഒരുപക്ഷെ ആ സന്ദർഭത്തിലായിരിക്കാം പൗലോസ് ലഭിച്ചത്. മൂന്ന്, വേറൊരു പല ചിന്തകൾ ഇങ്ങനെ വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നത്. വേറൊരു കൂട്ടർ പറയുന്നത് യേശുവിൻ്റെ ശിഷ്യനായിരുന്ന പൗലോസിന് ശിഷ്യന്മാരെല്ലാം തന്നെ കർത്താവിനോട് ഒരുമിച്ച് 2-3 വർഷം നടന്നവരാണ്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 3 വർഷം കർത്താവ് ഇങ്ങനെ അനുവദിച്ചതാണ് എന്ന് പറയുന്ന വേറൊരു ചിന്തയുണ്ട്. ഇതിൽ ഏത് വേണേലാകാം. അങ്ങനെ 2-3 വർഷം തനിച്ച് ഒക്കെ സമയം ചിലവിട്ട ഒരു സന്ദർഭമായിരുന്നു ഇത് എന്ന് കാണുവാനായിട്ട് കഴിയും. എന്തായിരുന്നാലും ഈ ഭാഗത്തു നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അനന്യാസിലൂടെ ഈ ദമസ്കസിലുള്ള ദൈവജനത്തിൻ്റെ ഇടയിൽ ഒരു പ്രവേശനം ആർക്കുണ്ടാകുന്നു? പൗലോസിനുണ്ടാകും. അവരെ വളരെ സന്തോഷപൂർവ്വം പൗലോസിനെ സ്വീകരിക്കുവാൻ കാരണമായത് ദൈവം അനന്യാസിന് കൊടുത്ത വെളിപ്പാടും തൽഫലമായി അവിടെ പള്ളികളിലൊക്കെ ചെന്ന് കർത്താവിനെ ഉയർത്തുവാൻ, യേശു തന്നെ ദൈവപുത്രനെന്ന് പള്ളികളിൽ പ്രസംഗിക്കുവാനും പൗലോസിനിടയായി. 21-ാം വാക്യം നമ്മൾ വായിക്കുന്നു. കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. ആ ആ ആ നമ്മളവിടെ കാണുന്നത് പിന്നെയും കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ ദമസ്കസിലേക്ക് അറേബ്യയിൽ നിന്ന് മടങ്ങി വന്നതിനെ കുറിച്ച് ഗലാത്യലേഖനം 1:17 നമ്മൾ ഒന്നുകൂടെ വായിച്ചാൽ, ആ 3 സംവത്സരം അറേബ്യ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. പിന്നെ ദമസ്കസിലേക്ക് താൻ മടങ്ങി വന്നെന്ന് 1:17 വായിക്കുന്നുണ്ട്. നിങ്ങൾ ആ സമയത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് 3 years രക്ഷിക്കപ്പെട്ട അനന്തരമായി ആദ്യത്തെ 3 വർഷം അതിനുശേഷം 1:17 ഒന്നുകൂടെ വായിക്കാമോ? ദമസ്കസിലേക്ക് പിന്നെയും മടങ്ങിപ്പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ദമസ്കസ് അറേബ്യ എന്ന് പറയുന്ന സ്ഥലം വലിയ വിദൂരമൊന്നുമല്ല. അപ്പോൾ ആ പ്രദേശത്ത് തന്നെ ആയിരുന്നു പൗലോസ് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കുറെ നാൾ കഴിഞ്ഞപ്പോൾ, അപ്പോൾ വീണ്ടും ഈ അറേബ്യയിൽ നിന്ന് തിരിച്ച് ദമസ്കസിൽ വന്ന് പാർത്ത ആ സമയം അത് വളരെ ചുരുക്കമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെ വന്ന് അവിടെ നിൽക്കുമ്പോഴാണ് യഹൂദന്മാർ അവനെ എന്ത് ചെയ്യുന്നു? കൊല്ലുവാനായിട്ട് ആലോചിക്കുകയാണ്. ഉടനെ അടുത്ത വാക്യം, 24-ാം വാക്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് കുറെ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, ശൗൽ അവരുടെ കൂട്ടുകെട്ട് അറിഞ്ഞു. അവിടെ ഒരു ചോദ്യമുണ്ട്, എങ്ങനെ അറിഞ്ഞു എന്നൊരു ചോദ്യമുണ്ട്. എങ്ങനെ അറിഞ്ഞെന്ന് അവിടെ എഴുതിയിട്ടില്ല. എന്നാൽ ശൗൽ അത് അറിഞ്ഞു. അവനെ കൊല്ലുവാൻ അവർ രാവും പകലും നഗരഗോപുരങ്ങളിൽ കാവൽ വെച്ചു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ, ആരുടെ ശിഷ്യന്മാർ? പൗലോസിൻ്റെ. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും ഈ ദമസ്കസിലുള്ള ദൈവമക്കളിൽ ഒരു കൂട്ടത്തെ നല്ലപോലെ സ്വാധീനിക്കുവാൻ ആർക്ക് കഴിഞ്ഞു? പൗലോസിന് കഴിഞ്ഞു. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയും കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലയിലേക്ക്
ശൗൽ ആ സമയമായപ്പോൾ നോക്കുക, ഒരു ഉപദ്രവകാരി എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആ പൗലോസ് ഈ സമയത്തിനുള്ളിൽ അവിടെയുള്ള ദൈവജനത്തിൻ്റെ ഇടയിൽ ഒരു കൂട്ടം ആളുകൾ ശൗലിനാൽ സ്വാധീനിക്കപ്പെടുവാൻ ഇടയായി എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെയാണ് അവിടെ എഴുതിയിരിക്കുന്നു. അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി അതിൽ വഴിയായി ഇറക്കി വിട്ടു. ഒരു ദൈവിക കരുതലാണ്. ശൗലത അറിയുന്നു എന്നുള്ളത് തന്നെ നമുക്കത് മനസ്സിലാക്കുവാൻ ശൗലിന് ഒരുപക്ഷെ ഏതെങ്കിലും നിലയിൽ അത് അറിവ് കിട്ടിയതായിരിക്കാം. അടുത്ത 26 വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അവൻ യെരൂശലേമിലെത്തുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് യെരൂശലേമിലെത്തും. ഇതാണ് ദമസ്കസിലുള്ള തന്നെ അനുഭവങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു 3 സംവത്സരം അറേബ്യ, ദമസ്കസ് എന്ന് പറയുന്നത് ഏകദേശം അടുത്തടുത്തുള്ളൊരു ഏരിയ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഒരു 3 സംവത്സരം അവിടെ ഉണ്ടായിരുന്നു. പള്ളികളിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു. അവിടെയുള്ള ശിഷ്യന്മാർ, ദൈവസഭയോടുള്ള ബന്ധം, കൂട്ടായ്മ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ശിഷ്യന്മാരോടുകൂടെ കുറേ നാൾ അവിടെ പാർക്കുന്ന ശൗലിനെ നമുക്ക് കാണുവാനായിട്ട്, പള്ളികളിൽ ചെന്ന് കർത്താവിനെ സാക്ഷിക്കുന്നതായിട്ട്, യേശു തന്നെ ദൈവപുത്രനെന്ന് സാക്ഷിക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട്. രണ്ടാം ഭാഗം കൂടെ ഓർപ്പിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ പൗലോസ് തിരിച്ച് യെരൂശലേമിലേക്ക് വരികയാണ്. യെരൂശലേമിൽ നിന്നാണ് യാത്ര തുടങ്ങിയതില്ലേ? തിരിച്ച് യെരൂശലേമിലേക്ക് വരികയാണ്. യെരൂശലേമിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവൻ യെരൂശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. വിശ്വസിക്കാതെ. നോക്കുക, ദമസ്കസിലുണ്ടായ അതേ അനുഭവം തന്നെയാണ്. ദമസ്കസിലും കർത്താവ് ചെന്ന് അനന്യാസിനോട് പറയുമ്പോൾ അനന്യാസ് എന്താ പറഞ്ഞു? അയ്യോ, ഈ മനുഷ്യൻ ആരാണ്? നമുക്ക് വളരെ ദോഷം ചെയ്ത്, അല്ലെങ്കിൽ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് വളരെ ദോഷം ചെയ്തൊരു മനുഷ്യനാണ്. ഇതുപോലെ തന്നെയായിരുന്നു യെരൂശലേമിൽ ചെന്നപ്പോഴും അവിടെയുള്ളവർ എന്ത് ചെയ്തു? അവനൊരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ എന്ത് ചെയ്തെന്നാ? പേടിച്ചു. ഇവിടെയാണ് ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ ബർണബാസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ. അപ്പോൾ ദമസ്കസിൽ ദൈവസഭയുടെ ഉള്ളിലേക്ക് അവനെ സ്വീകരിപ്പാൻ മുഖാന്തരം ഒരുക്കിയതൊരു അനന്യാസ് ആണെങ്കിൽ, യെരൂശലേമിലെ സഭയിൽ പ്രത്യേകിച്ചും അപ്പോസ്തലനായ പത്രോസിൻ്റെയും യാക്കോബിൻ്റെ അടുക്കിലേക്ക് ഈ ശൗലിനെ കൊണ്ടുവരുന്നത് ആരാണ്? ബർണബാസ്. ബർണബാസ് അതൊന്നും കൂട്ടാക്കാതെ, ബർണബാസോ, അങ്ങനെ എഴുതിയിരിക്കുന്ന 27 വാക്യം വായിക്കുമ്പോൾ ബർണബാസോ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തത അവരിലുണ്ടായിരുന്നു. വളരെ ചിന്തനീയമാണ് ദൈവമക്കളെ. ദൈവസഭയുടെ ചരിത്രത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വേദചിന്തകനെക്കുറിച്ച് പറയുന്നത് ഈ ബർണബാസും അനന്യാസും ഇല്ലായിരുന്നെങ്കിൽ സഭയുടെ ചരിത്രം വേറൊന്നായനെ എന്ന് പറയുന്നവരുണ്ട്. ശരിയല്ലേ? നമ്മൾ മനസ്സിലാക്കുമ്പോൾ സഭാചരിത്രത്തിലെ ഒരു വലിയ ഹീറോ തന്നെയാണ് ഈ അനന്യാസും ബർണബാസും. ബർണബാസിനെ കുറിച്ച് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും അനന്യാസ് ആ സന്ദർഭത്തിൽ ഈ ശൗലിൻ്റെ അടുക്കൽ നേരിട്ട്, നോക്കുക, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തന്നെയും കൂടെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ള അറസ്റ്റ് വാറണ്ട് കയ്യിലുള്ള ആളാണ് ആര്? ശൗല്. ആ മനുഷ്യൻ്റെ അടുക്കെ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നെന്നും പറഞ്ഞ് അങ്ങോട്ട് കയറി ചെന്ന് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന അനന്യാസ്, അദ്ദേഹം നിശ്ചയമായിട്ടും ഒരു ഹീറോയാണ്. ദൈവസഭയുടെ ചരിത്രത്തിലെ ഒരു വലിയ കഥാപാത്രമായി നമുക്ക് കാണുവാൻ. ഇവിടെ നമ്മൾ കാണുന്നത് ബർണബാസാണ്. ബർണബാസ് അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് ഗലാത്യ ലേഖനത്തെ ആ വാക്യങ്ങളൊന്ന് വായിക്കാവും. ഗലാത്യ ലേഖനത്തിൽ അത് എഴുതിയിരിക്കുന്നതുകൂടെ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് വായിച്ചാൽ അവിടെ ആ അനുഭവത്തെക്കുറിച്ച് 1:18 മുതൽ 1-2 വാക്യങ്ങൾ വായിച്ചേ. 3 ആണ്ട് കഴിഞ്ഞിട്ട്, അതാണ് സമയം അവിടെ പറയുന്നുണ്ട്. 3 സംവത്സരം കഴിഞ്ഞാണ് യെരൂശലേമിൽ വരുന്നത്. കേഫാവ് എന്നോട് പറഞ്ഞ പത്രോസിനെ കുറിച്ചാണ്. യെരൂശലേമിൽ ഞാൻ ചെന്നു. അപ്പൊ പത്രോസിന്റെ യാക്കോബിന്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് മടങ്ങി വരാം. ബർണബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. ഇവിടെ ലൂക്കോസ് ശക്തമായിട്ട് ബർണബാസിന്റെ റോൾ ഇവിടെ പറയുന്നുണ്ട്. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതുമെല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. നോക്കുക, ഒരു ബർണബാസിനെ ദൈവം ഉപയോഗിക്കുകയാണ്. ദൈവസഭയിലേക്ക്, യെരൂശലേമിലുള്ള ദൈവസഭയിലേക്ക് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് ബർണബാസിനെ ദൈവം ഉപയോഗിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 28 വാക്യം വായിക്കുന്നു. പിന്നെ അവൻ യെരൂശലേമിൽ അവരുമായി പെരുമാറുകയും
കർത്താവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. നോക്കുക, ഒരു സമയത്ത് യെരൂശലേമിൽ കുറഞ്ഞ സമയം അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. യെരൂശലേമിൽ കുറഞ്ഞ സമയം ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്കറിയാം യെരൂശലേമിൽ വളരെ എതിർപ്പുകൾ തനിക്ക് പിന്നീട് നേരിടുന്നുണ്ട്. എന്നാൽ ആ ഉള്ള സമയം അവിടെ കർത്താവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. അടുത്ത വാക്യം വായിക്കുന്നത്, യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ച് തർക്കിച്ചു. അതിനെക്കുറിച്ച് ചിന്തകന്മാർ പറയുന്ന 6-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ കൊന്ന യഹൂദന്മാരാണ് ഈ യവന ഭാഷക്കാർ. 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുക. അവിടെ നമ്മൾ വായിക്കുന്ന 6-ന്റെ 8 വായിച്ച്, ആ പള്ളിയാണെന്നാണ് ചില ചിന്തകന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. 6-ന്റെ 8. അടുത്ത വാക്യം, ലിബർത്തീനർ എന്ന് പേരുള്ള പള്ളിക്കാർ കുറേനക്കാരിലും അലക്സാന്ദ്രക്കാരിലും കിലിക്യ ആസി എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് തർക്കിച്ചു. അപ്പം ഈ പല ദിക്കുകളിൽ നിന്ന് വന്ന യഹൂദന്മാർ പോകുന്നൊരു പള്ളി, അത് തന്നെ ആയിരിക്കാം ഈ പള്ളി എന്നാണ് പറയുന്നത്. നോക്കപ്പോൾ എവിടെയാണോ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നത് അതേ പള്ളിയിൽ തന്നെ ചെന്ന് ആര് പ്രസംഗിക്കുകയാണ്? പൗലോസ് പ്രസംഗിക്കുകയാണ്. നോക്കുക, യവന ഭാഷക്കാരായ 29-ാം വാക്യത്തിൽ, യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ എന്ത് ചെയ്യുകയാണ്? സംഭാഷിച്ച് തർക്കിച്ചു. അവരോ അവനെ കൊന്നില്ലെങ്കിലേ ഉള്ള സംശയമില്ലേ? ഒരു കാലത്ത് സ്തെഫാനോസിനെ കൊല്ലാൻ നേരം അതിന് സാക്ഷ്യം വഹിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ അതേ നാമത്തെ ഏറ്റുപറയുന്ന പൗലോസിനെ കണ്ടപ്പോൾ അവര് മറ്റൊന്നും ചിന്തിച്ചില്ല, ഇവനെയും വകവരുത്തണം. അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി. സഹോദരന്മാരതറിഞ്ഞ്, മുമ്പേ നമ്മൾ കാണുന്ന ശൗലതറിഞ്ഞ്. അപ്പൊ നോക്കി, ഇവിടെയെല്ലാം നിങ്ങൾ ആ വരികൾക്കിടയിലൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ പദ്ധതി എങ്ങനെയാണ് ദൈവം കൊണ്ടുപോയി. ഇവിടെ എഴുതിയിരിക്കുന്നു, സഹോദരന്മാരതറിഞ്ഞു അവനെ കൈസരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൈസരി എന്ന് പറഞ്ഞ ഒരു കോസ്റ്റൽ ടൗണാണ്. അവിടെ നിന്ന് കപ്പൽ മാർഗം അവിടെ നിന്ന് തർസോസ് എന്ന് പറയുന്നത് പൗലോസിന്റെ സ്വന്തം ദേശമാണ്. തർസോസിലേക്ക് തന്നെ പൗലോസിനെ അയക്കുകയാണ്. നോക്കുക, ചുരുക്കി പറഞ്ഞാൽ യെരൂശലേമിൽ നിന്ന് ഒരു അഭയാർത്ഥിയായിട്ട്, ഇല്ലേ, തന്നെ കൊല്ലുവാനായിട്ട്, താനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ കൊല്ലുവാനായിട്ട് വട്ടം കൂട്ടിയ യഹൂദന്മാരുടെ മുമ്പാകെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ശിഷ്യന്മാർ അവനെ എങ്ങോട്ട് അയക്കുന്നു? തൻ്റെ സ്വന്തം ദേശത്തേക്കൊരു അഭയാർത്ഥിയായി പൗലോസിനെ അയക്കുകയാണ്. വളരെ ശ്രദ്ധേയമായൊരു ചിന്തയാണ്. വാസ്തവത്തിൽ 9-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നത്, 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, ഈ മാർഗത്തിൽ ദമസ്കസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നിന്ന് അഭയാർത്ഥികളായി പോയവരെ പിടിച്ചുകൊണ്ടുവരാനായിട്ട് പോയ പോക്കാണ് പൗലോസ്. ഇപ്പോൾ അതേ പൗലോസ് യെരൂശലേമിൽ നിന്നൊരു അഭയാർത്ഥിയായിട്ട് തർസോസിലേക്ക് പോവുകയാണ്, കർത്താവിൻ്റെ സാക്ഷിയായി. വാസ്തവത്തിൽ ഈ ഒരു യാത്രയാണ്, അല്ലേ? ഞാൻ പലപ്പോഴും ഈ ഭാഗം ചിന്തിക്കുമ്പോൾ പൗലോസ് ദമസ്കോസിലേക്ക് പോയ ആ വഴിയാത്ര ഒന്ന് ചിന്തിച്ചു നോക്കുകയും, ജീവിതത്തിൽ നമ്മുടെയൊക്കെ യാത്രകളും അങ്ങനെയൊക്കെ ആയിരിക്കാം. പലപ്പോഴും പല ചിന്തകളോടെയും പല വഴിക്കുമൊക്കെ നമ്മൾ പോകാറുണ്ട്. പക്ഷേ ദൈവമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു നല്ല നേർചിത്രം കൂടെ ആയതില്ലേ? പ്രൈസ് ദി ലോർഡ്. ദമസ്കസിലേക്ക് അധികാരപത്രവും മേടിച്ചുകൊണ്ട് പോയ ഒരാൾ, പ്രൈസ് ദി ലോർഡ്, എവിടെയെല്ലാം പോയി അവസാനം തൻ്റെ സ്വന്തം നാട്ടിലേക്ക് കർത്താവിൻ്റെ ഒരു സാക്ഷിയായി ദൈവം ആരെ പറഞ്ഞയക്കുന്നു? പൗലോസിനെ പറഞ്ഞയക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒറ്റ അധ്യായത്തിൽ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ, ഇതിൻ്റെ ഇടയിൽ എന്തെല്ലാം സംഭവങ്ങൾ. വളരെ ചിന്തനീയമാണ് ദൈവമക്കളെ. കർത്താവിൻ്റെ സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ഇവിടെ നമ്മൾ ശൗലിനെക്കുറിച്ച് പഠിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ. ഒന്ന്, രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ടു എന്നൊരാൾ പറയുമ്പോൾ അടിസ്ഥാനപരമായി നമ്മളിൽ, നമ്മുടെ മനോഭാവത്തിലും സ്വഭാവത്തിലും ഉണ്ടാകുന്ന മാറ്റം, അതിനാണ് ഏറ്റവും നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. ദൈവിക ബന്ധം ദൃഢമാകുന്നു പിതാവെന്നുള്ളൊരു ബോധ്യത്തോടെ. ആ പിതാവിനെ പ്രസാദിപ്പിച്ചും ആ പിതാവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞും ആ പിതാവിനെ സേവിക്കുന്നതിൽ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുന്നവരാണ് രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദി. അത് വളരെ ഈ ഭാഗത്തുനിന്ന് വ്യക്തമാണ്. രണ്ടാമതൊരു കാര്യം, ശൗലിൻ്റെ സാക്ഷ്യമുള്ളൊരു ജീവിതം.
നമുക്കറിയാം കർത്താവിനെ അറിഞ്ഞ സമയം മുതൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയെ 3 ബന്ധങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് ദൈവിക ബന്ധം, 2 സഭയോടുള്ള ബന്ധമാണ് ഈ ദമസ്കസിലും യെരുശലേമിലും നമ്മൾ കണ്ടത്. 2 ഇടത്തും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവനെ ശൗലയെ സഹോദര എന്ന് വിളിച്ച് സ്വീകരിക്കുന്ന അനന്യാസിനെയും ദൈവജനത്തെയും കാണുവാൻ കഴിയും. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ശൗലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് ഒരു അനന്യാസിനെയും ബർണ്ണബാസിനെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരിച്ചു നോക്കിയാൽ അങ്ങനെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെ കൈക്ക് പിടിച്ച് നടത്തിയ വ്യക്തിത്വങ്ങളെ നമുക്ക് മറക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ആളുകളെ ദൈവം പലപ്പോഴും ഒരുക്കാറുണ്ട്. നമ്മുടെ അനുഭവത്തെ തിരിച്ചറിഞ്ഞും നമ്മെക്കുറിച്ചൊരു ദൈവീയ വെളിപ്പാടോ അല്ലെങ്കിൽ ഒരു ദൈവീയ ദർശനമോ ഒക്കെ ഇങ്ങനെ ലഭിച്ച വ്യക്തികളുണ്ടാകാം. അവരുടെ പ്രാർത്ഥനയും അവരുടെ കൈത്താങ്ങലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതും സത്യമായൊരു കാര്യമാണ്. ഇന്നും ദൈവസഭയ്ക്ക് ഇങ്ങനെയുള്ളവരെ ആവശ്യമാണ്. അനന്യാസിനെ പോലെ ബർണ്ണബാസിനെ പോലെയുള്ളവരെ ഇന്നും ദൈവസഭയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ആത്മീയ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞു, ശൗലിൻ്റെ ആ സാക്ഷ്യത്തിലുണ്ടായ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. 9-ാം അധ്യായം 20-22 വാക്യം വായിക്കുമ്പോൾ 2 പ്രധാന കാര്യങ്ങളിവിടെ കാണുവാൻ കഴിയും. ഒന്ന്, തൻ്റെ സാക്ഷ്യം എങ്ങനെയുള്ളതായിരുന്നു. ഒന്ന്, ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു. അവിടെയെല്ലാം നമ്മൾ കാണുന്നത് 9-ന്റെ 20-ലും അതിൻ്റെ 22-ാം വാക്യത്തിലും ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച്. തൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം കർത്താവായിരുന്നു, ക്രൈസ്റ്റ് സെൻറ്റേഡ് ആയിരുന്നു, യേശുവിനെ ഉയർത്തുക എന്നുള്ളതായിരുന്നു. 2:17 വാക്യത്തിലും 22-ലും നമ്മൾ കാണുന്നത് അവനെന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മ നിറവോടെയായിരുന്നു കർത്താവിനെ സാക്ഷിച്ചത്. പരിശുദ്ധാത്മ നിറവ് കർത്താവിനെ സാക്ഷിക്കുന്നതിൽ ആ ദൈവശക്തിയാൽ താൻ നിറഞ്ഞവനായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ അതിനോട് ചേർന്ന് പഠിക്കുമ്പോൾ 15-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയതിൻ്റെ പരമപ്രധാനമായൊരു ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവിനെ സാക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പത്തെ വാക്യത്തിൽ വായിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നത് അവനെ സാക്ഷിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ കർത്താവായിരുന്നു പൗലോസിൻ്റെ പ്രസംഗ വിഷയം. 2, പരിശുദ്ധാത്മപൂർണനായി താൻ കർത്താവിനെ സാക്ഷിച്ചു, അല്ലെങ്കിൽ പരിശുദ്ധാത്മപൂർണനായത് കർത്താവിനെ സാക്ഷിക്കാൻ വേണ്ടിയാണ്. 3-ാമതായി നമ്മൾ കാണുന്നത് ധൈര്യത്തോടെ 27-28 വാക്യങ്ങൾ നമ്മൾ വായിച്ചത് നമ്മളിവിടെ കണ്ടു. അവൻ വഴിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചെന്നും ധൈര്യത്തോടെ പ്രസംഗിച്ചെന്നും ഒക്കെ നമുക്ക് അവിടെ ലൂക്കോസ് ആവർത്തിച്ചെഴുതുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു തന്നെ ദൈവത്തിനെന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. അതുപോലെ 27-28 വാക്യങ്ങളിൽ അത് പിന്നെയും എടുത്ത് പ്രസംഗിച്ചു, എല്ലാവരോട് വിവരിച്ചു പറഞ്ഞു, പ്രാഗൽഭ്യത്തോടെ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് വളരെ ധൈര്യശാലിയായി താൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു എന്നുള്ളതാണ്. 4-മതൊരു കാര്യം കൂടെ കർത്താവിനെ സാക്ഷിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, കർത്താവിനെ ലജ്ജ കൂടാതെ സാക്ഷിക്കണമെങ്കിൽ അതിനൊരു വില നമ്മൾ കൊടുത്തേ പറ്റൂ. അന്നും ഇന്നും അതുപോലെ തന്നെയാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ഇവൻ എൻ്റെ നാമത്തിനു വേണ്ടി എന്തെല്ലാം കഷ്ടം ആകുന്നുവെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നുവെന്ന് ഞാൻ അവന് കാണിക്കുമെന്ന് പറഞ്ഞു 16-ാം വാക്യത്തിൽ. അപ്പോൾ നിശ്ചയമായിട്ടും കർത്താവിനെ സാക്ഷിക്കുന്നതിന് ഒരു വില കൊടുത്തേ മതിയാകുള്ളൂ. അതന്നും ഇന്നും കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി വില കൊടുത്തുകൊണ്ട് കർത്താവിനെ സാക്ഷിക്കുന്ന ദൈവജനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 9-ാം അധ്യായം 23, 24, 25, 29 നമ്മുടെ ഈ വായിച്ച വാക്യങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത്, അതേ തന്നെ കൊല്ലുവാനായിട്ട് വരുന്ന ജനത്തിൻ്റെ മുമ്പിൽ പലയിടങ്ങൾ മാറി മാറി തനിക്ക് സഞ്ചരിക്കേണ്ടി വരുന്നു, വില കൊടുക്കുവാൻ താൻ തയ്യാറാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കട്ടെ. ഇതെല്ലാം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ചില ആത്മീയ സത്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. 9-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കുക. 9:31 ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവസഭയ്ക്കുണ്ടായ നേട്ടം എന്താണ്, അല്ലെങ്കിൽ ദൈവസഭയ്ക്കുണ്ടായ അനുഭവം എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ആ വാക്യോടൊന്ന് വായിച്ചു നിർത്താം. നോക്കുക, ശൗലിൻ്റെ മാനസാന്തരത്തോടുകൂടെ ആ പ്രദേശങ്ങളിലുണ്ടായ ദൈവസഭയ്ക്ക് 5 ഗുണങ്ങളോടെ പറയുന്നുണ്ട്. 5 പ്രധാനപ്പെട്ട അനുഭവങ്ങളോടെ ഉണ്ടായി. എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? 1, സമാധാനം. സമാധാനം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്
എക്സ്റ്റേണൽ ഇൻ്റർഫിയറൻസ്, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ കുറഞ്ഞു. കാരണം ശൗലാണ് അതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് പോകുന്നത്. ആ വ്യക്തിയെ തന്നെ ദൈവം എന്ത് ചെയ്യുകയാണ്? സന്ദർശിച്ച് കർത്താവിൻ്റെ സാക്ഷിയാക്കിയവനെ മാറ്റി. അപ്പോൾ സഭയ്ക്ക് സമാധാനമുണ്ടായെന്ന് പറഞ്ഞാൽ പുറമേ നിന്നുള്ള എതിർപ്പുകൾ അത് കുറയുന്നു. 2, അവർ ശക്തരായി തീർന്നു. ആത്മീയ വർധനവ് പ്രാപിച്ചു. അവർ ശക്തരായി തീർന്നു. പിന്നെ ഭക്തിയിൽ അവർ, ദൈവസഭ ഭക്തിയിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താ? ദൈവസഭയ്ക്ക് ദൈവഭയം ഉണ്ടായി. ദൈവഭയമുള്ളവരായി ദൈവജനം മാറി. ദൈവഭയമുള്ളവരായി. മറ്റൊന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനം എന്ന് പറഞ്ഞാൽ എൻകറേജ്മെൻറ്റ്. നമുക്കറിയാം പരിശുദ്ധാത്മാവെന്ന് പറയുന്ന പാരക്ലീറ്റോസ് എന്ന് പറയുന്നത് ആശ്വാസപ്രദനാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധന എന്നുള്ള വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് എൻകറേജ്മെൻ്റ് എന്നാണ്. ദൈവജനത്തിന് എപ്പോഴും പ്രചോദനം നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുമാത്രമല്ല, അടുത്ത പറയുന്ന നടന്നും പെരുകിക്കൊണ്ടിരുന്നു. അത് അവരുടെ അംഗസംഖ്യയിലുണ്ടായ വർധനവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. അപ്പോൾ 5 കാര്യങ്ങളാണ്. 1, സമാധാനം, അത് പുറമേ നിന്നുള്ള എതിർപ്പെ കാണിക്കുന്നു. 2, അവർ ശക്തരായി തീർന്നു. 3, പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനം, അവർ എൻകറേജ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്നു. 4, ഗോഡ്ലിനെസ്, ഭക്തി, ദൈവഭയമുള്ളവരായി ദൈവസഭ മാറി. എണ്ണത്തിലും അവർ പെരുകിക്കൊണ്ടിരുന്നു. നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടയ്ക്കാം. എല്ലാ കാലത്തുമുള്ള ദൈവസഭയ്ക്ക് മാതൃകയാക്കുവാൻ കഴിയുന്ന 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ അനുഭവത്തെക്കുറിച്ചും കർത്താവ് പ്രകാരം തനിക്കുള്ളവരെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണല്ലോ ശൗലിൻ്റെ മാനസാന്തരം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ 3 വിധ അനുഭവങ്ങൾ. 1, ദൈവത്തോടുള്ള ബന്ധം, ദൈവസഭയോടുള്ള ബന്ധം, ലോകത്തോടുള്ള നമ്മുടെ ബന്ധം. ഇതെങ്ങനെയായിരിക്കണമെന്നും വിവരിക്കുന്ന അനുഗ്രഹീതമായൊരു സാക്ഷ്യമാണ് 9-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. ഒരു അനന്യാസിനെയും ബർന്നബാസിനെയും കുറിച്ച് നമ്മൾ അല്പം ചിന്തിച്ചു. ദൈവജനമേ, ഇന്നും ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകളുണ്ട്. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സാക്ഷിക്കുന്നതിൽ, നമ്മുടെ വ്യക്തിപരമായ അനുഭവത്തോടൊപ്പം തന്നെ അതേ കർത്താവിനെ ഉയർത്തി കാണിക്കുന്നതിൽ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ കർത്താവിനായി സമർപ്പിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിൻ്റെ ഹൃദയവാഞ്ച എന്ന് പറയുന്നത് കർത്താവിനെ കൂടുതൽ അറിയുക, അവനെ പ്രസാദിപ്പിക്കുക, അവനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത് ഒന്നുകൂടെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉറപ്പിച്ചുകൊണ്ട്, കർത്താവേ, അങ്ങയെ കണ്ടുമുട്ടിയ നാൾ മുതൽ അങ്ങ് പിതാവെന്നുള്ള വലിയ ബന്ധത്തിലേക്ക് വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നെങ്കിൽ മറ്റെല്ലാറ്റിനേക്കാളും കർത്താവിനെ പ്രസാദിപ്പിച്ച്, കർത്താവിന് ഇഷ്ടം തിരിച്ചറിഞ്ഞ്, കർത്താവിനെ സേവിച്ച് നമ്മുടെ ജീവിതകാലം മുന്നോട്ട് കഴിപ്പാൻ ദൈവസന്നിധി നമ്മെ സമർപ്പിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാർ.